പള്ളിയിൽ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, ദൈവഹിതത്തിന് വേണ്ടി ശൂന്യനാക്കപ്പെടുവാനായിട്ട് നിൽക്കുന്ന മനുഷ്യൻ കുർബാന അനുഭവിക്കുന്ന സമയത്ത് കാണിക്കുന്നതാണ്. എത്ര പേരെ ഇടിച്ചു തള്ളിയാണ്, എന്തെല്ലാം തന്ത്രങ്ങൾ കാണിക്കും. ഇതിലെ ഒരു ലൈൻ നിൽപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരതിനെ ഇടവഴി ഒരു ബൈപ്പാസ് ഉണ്ടാക്കും. ദേവാലയങ്ങളിൽ പോലും അഭിനയമാണ്, തന്ത്രങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ആക്ട് ചെയ്യുകയാണ്, അഭിനയിക്കുകയാണ്. നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം, സ്വാഭാവിക മനുഷ്യനാകണം. എന്താണ് നമ്മളിലെ സ്വാഭാവികത? പ്രിയമുള്ളവരെ, ദൈവം പറയുന്നു, നീ ഒരു മകനാണ്. അത് ഈ ദേവാലയത്തിൽ മാത്രമല്ല. നീ ഈ മകനായിരിക്കുന്നത് നീ കടയിൽ ജോലി ചെയ്യാണ്, അവിടെ നീ ഒരു ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. ചീഞ്ഞ മത്തിയാണെങ്കിൽ, നീ മത്തിക്കച്ചവടക്കാരനാണെങ്കിൽ പറയണം, ചേട്ടാ ഇത് ചീഞ്ഞ മത്തിയാണ്, ഇത് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പറയാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ. ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം കാണുമ്പോൾ നമ്മൾ പറയണം, ഇത് ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ആളാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ. പ്രിയമുള്ളവരെ, അത് ഏത് മേഖലയിലാണ്, വൈദ്യശാസ്ത്രത്തിലായാലും കൊള്ളാം, ബിസിനസ്സിലായാലും കൊള്ളാം, കൃഷിയിലായാലും കൊള്ളാം, നമ്മളൊരു ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. പഠന കാര്യങ്ങളിലായാലും കൊള്ളാം, വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴായാലും കൊള്ളാം, ഒരു ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. പ്രിയമുള്ളവരെ, ആധ്യാത്മികത എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് പ്രാപ്യമായൊരു കാര്യമല്ല, ഇത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് പള്ളി വരുമ്പോൾ ദൈവത്തിൻ്റെ പൈതൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എത്ര ഭക്തിയോടെയാണ് നിൽക്കുന്നത്, എത്ര നന്നായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്, എത്ര നല്ല വേഷങ്ങളാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവർ, ഈ വേഷമാണോ നമ്മൾ കല്യാണത്തിന് പോകും? ഞാൻ കല്യാണം നടത്താൻ വരുന്ന, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ റിലേറ്റീവ്സ് കല്യാണം വിളിക്കും, ആ സമയത്ത് ഈ വേഷമാണ് ഇടുന്നത്. ഇനി നിങ്ങളുടെ പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ്, നല്ല തലേ തുണിയൊക്കെ ഇട്ട് എത്ര ഭംഗിയായിട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. കൊച്ചു കന്യകമറിയാമിനെ പോലെ, കുഞ്ഞുമേരിയെ പോലെയാണ്, ഉണ്ണിമേരിയെ പോലെയാണ് നമ്മുടെ കൊച്ചിരിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ മേരി തന്നെയാണോ നമ്മുടെ പുറത്തിറങ്ങുമ്പോഴുള്ള മേരി? ഓർക്കണം, ഞാൻ ദേവാലയത്തിൽ നിൽക്കുമ്പോഴും ദേവാലയത്തിന് പുറത്തും ദൈവ പൈതലാണ്. അല്ലെങ്കിൽ അവൻ്റെ ആധ്യാത്മികത അഭിനയമാണ്. നമ്മൾ തിരിച്ചറിയണം, പശ്ചാത്തപിക്കേണ്ട മേഖല തിരിച്ചറിയും. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ക്രിസ്ത്യാനികളുടെ മേൽ തളം കെട്ടി നിൽക്കുന്നില്ല? ദൈവാത്മാവിൻ്റെ അഭിഷേകം ഓരോ വ്യക്തിയിലും നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ടല്ലേ ദേവാലയം പോലെ തന്നെ, പ്രിയമുള്ളവരെ, മാമോദീസ തൊട്ടി പോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ശരീരം മുഴുവനും മൂറോന് കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ബോഡി മുഴുവനും ഒരു പുരോഹിതന് മാത്രം കയ്യിലെടുക്കാവുന്നതും, ഒരു ബിഷപ്പിന് മാത്രം ഇതാ ഒരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് പകരാവുന്നതും, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്ക് മാത്രം അഭിഷേകം ചെയ്യാവുന്നതുമായ ഇതാ പരിശുദ്ധ മൂറോൻ ഒരു ക്രിസ്ത്യാനിയുടെ ശരീരത്തിൽ കയ്യിലൊഴിച്ച് തേച്ച് അവൻ്റെ ബോഡി മുഴുവൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ബോഡിയുമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഓർക്കുക, നിൻ്റെ ഈ ജീവിതം മുദ്ര ചെയ്യപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട ജീവിതമാണ്. ഈ ജീവിതം പിതാവായ ദൈവം നിനക്ക് സമ്മാനിച്ചത് പുത്രനായ യേശുവിനെ പോലെ നീ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബലിയായി തീരാൻ വേണ്ടിയുള്ള ജീവിതമാണ്. അതുകൊണ്ട് ദേവാലയം കൊണ്ട് അവസാനിക്കുന്ന ഭക്തി കാപട്യമാണ്. ദേവാലയത്തിലും അതുപോലെ ഭവനം കൊണ്ടും പ്രാർത്ഥനാ സമയം കൊണ്ടും അവസാനിക്കുന്ന ഭക്തി വ്യർത്ഥമാണ്. നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ ഭക്തജീവിതവും തെരുവിലേക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സാക്ഷ്യം തെരുവിലുണ്ടാകണം. നിങ്ങളുടെ കട കാണുമ്പോൾ ആളുകൾ പറയണം, ഇതാ ദൈവവചനം സ്വീകരിക്കുന്ന ആളുടെ കടയാണ്, അതുകൊണ്ട് അവിടുന്ന് സാധനം മേടിച്ചേക്കാം. അത് പറയണം. ദൈവവചനം സ്വീകരിച്ചവൻ്റെ കടയാണ്, അവിടുന്ന് വേണം നമുക്ക് സാധനം മേടിക്കാൻ. അത് വിശ്വസിക്കാൻ പറ്റും. കണ്ടോ, ഇതാ ഒരു സ്കൂളിലേക്ക് ഒരു കൊച്ചിനെ വിടാനൊരുങ്ങിയാൽ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നൊരു ക്രൈസ്തവൻ്റെ സ്ഥാപനമാണ്. അവിടെ പഠിച്ചാൽ ധാർമ്മിക മൂല്യമുണ്ടാകുമെന്ന് പറയാൻ പറ്റണം. ഇല്ലെങ്കിൽ ആ ശുശ്രൂഷ, ആ സ്കൂൾ നടത്തുന്നത് അഭിനയമാണ്. എന്തിന്? ക്രിസ്തുവിൻ്റെ പേരിലുള്ള അഭിനയം. ഈ അടുത്ത കാലത്ത് ഒരു ക്രൈസ്തവ സ്കൂളിലേക്ക് നമ്മുടെ ഒരു കൊച്ചിനെ ചേർക്കാൻ വേണ്ടി പിതാവ് കൊണ്ട്
ഉടനെ അവിടുത്തെ അച്ഛൻ പറഞ്ഞ് നല്ല ട്രെയിനിങ് ഉണ്ട്, ഞായറാഴ്ച ദിവസം എൻട്രൻസ് കോച്ചിങ്ങിനുമുണ്ട്. ഉടനെ ആ അപ്പം പറഞ്ഞു എപ്പോഴാണ് കൊണ്ടുപോകുന്നു ചോദിച്ചു. ഉടനെ പറഞ്ഞു കുർബാനയുടെ പകുതിയാകുമ്പോൾ എൻട്രൻസ് കോച്ചിങ്. ഇതിന് പറയുന്ന പേരാണ് ആധ്യാത്മിക നാടകം. ആധ്യാത്മിക നാടകം കണ്ടോ? ആ ക്രൈസ്തവ സ്ഥാപനം ക്രിസ്തീയതയിലാണോ നിൽക്കുന്നത്? അല്ല. പ്രിയമുള്ളവർ, ഒരു ഹോസ്പിറ്റൽ അത് ക്രിസ്തീയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ക്രൈസ്തവ ധാർമ്മികത നടപ്പാകണം. അവിടെ അബോർഷൻ നടത്താൻ പാടില്ല. ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റലിൽ അബോർഷൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോണം, അത് പിശാചിൻ്റെ കേന്ദ്രമാണ്. അതൊരിക്കലും ക്രൈസ്തവ സ്ഥാപനമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ജീവിതം ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുക. നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രിയമുള്ളവരെ, അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ സാക്ഷിയായി ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കേണ്ടത്. അവൻ 1ാം സ്ഥാനം കിട്ടിയെന്ന് നോക്കരുത്. ആ കൊച്ച് ക്രിസ്തീയ സാക്ഷ്യം നിങ്ങളങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണം കൊച്ചിനെ. നിനക്ക് മാർക്കില്ലെങ്കിലും നീ വിഷമിക്കരുത്, നീ സത്യസന്ധനായിട്ട് മാത്രം ജീവിക്കാം. നീ ഒരിക്കലും മറ്റൊരുത്തൻ്റെ നോക്കി എഴുതരുത്. ഒരമ്മ കൊച്ചിന് പറഞ്ഞു കൊടുക്കണം, മോനെ നിനക്ക് മുട്ട കിട്ടിയാലും, മുട്ട എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായല്ലോ, വട്ടപൂജ്യം കിട്ടിയാലും അമ്മയ്ക്ക് വേദനയില്ല. പക്ഷേ നീ ഒരു കോപ്പി അടിച്ചവനായി ഒരു ടീച്ചറിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ഇടയാകരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് നോക്കി. നിങ്ങളുടെ കൊച്ചുങ്ങൾ സത്യസന്ധരായിരിക്കും. ഞാനൊരിക്കൽ സൺഡേ സ്കൂൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൺഡേ സ്കൂൾ മത്സരം നടക്കുന്ന സമയത്ത് ഞാൻ അനൗൺസ് ചെയ്തു, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധ്യാപകർ ഒരൊറ്റ കുട്ടി പോലും നമ്മുടെ പള്ളിയിൽ നോക്കി എഴുതുകയോ കോപ്പി അടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കുറച്ചു നേരം കഴിഞ്ഞ ഒരു അധ്യാപകം വന്നിട്ട് പറയാം, അച്ഛൻ്റെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണെന്നറിയോ, ഇത്രയും കാലവും നമ്മൾ 1ാം സ്ഥാനം നിലനിർത്തി. മറ്റുള്ള പള്ളിയിലൊക്കെ ഇതുപോലെ തന്നെ ഓരോ ടീച്ചർമാരൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ സമ്മാനം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരിയൊക്കെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു അത് കണ്ടാൽ പേപ്പർ ഒന്നിച്ച് ഞാൻ കീറുമെന്ന് പറഞ്ഞു. അന്ന് ചെറുപ്പമായിരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പരീക്ഷ കഴിയുമ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടാൽ ഒന്നിച്ച് പേപ്പർ മേടിച്ച് കീറിക്കളയുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് വരട്ടി. പ്രിയമുള്ളവർ, സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് സമ്മാനം പോയി. ഉടനെ പറഞ്ഞു ആ കണക്കായിപ്പോയി എന്നോട് പറഞ്ഞു. ഈ പള്ളിക്കാരനോട് ഞാൻ കണക്കായിപ്പോയി. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ ആളുകൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സൺഡേ സ്കൂളിൽ പോലും എന്ത് ചെയ്യുന്നില്ല, അധ്യാപകരുടെ ഭാഗത്ത് പോലും വിശ്വസ്തതയില്ല. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതാ സത്യസന്ധമായി ഒരു പരീക്ഷ എഴുതാൻ ഒരു സൺഡേ സ്കൂൾ അധ്യാപകന് പോലും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം നമ്മളുടെ സത്യസന്ധത മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എല്ലായിടത്തും നമുക്ക് ക്രിസ്തു ഉണ്ടാവണം, എല്ലായിടത്തും നമ്മൾ ദൈവത്തിൻ്റെ പൈതലാകണം. അവിടെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിന് ഇറങ്ങി വന്ന് വസിക്കാൻ സാധിക്കുന്നത്, ദൈവ പൈതലായിത്തീരും. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് പശ്ചാത്താപം വേണ്ടത്, ഇവിടെയാണ് പാപബോധം വേണ്ടത്. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിനോട് ദൈവം കൽപ്പിച്ചതുപോലെ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ വീട്ടിലെ വ്യാപാരം കണ്ടിട്ട് ആർക്കെങ്കിലും ആകർഷണം തോന്നിയിട്ടുണ്ടോ? ഈ വീട്ടിൽ എത്ര സമാധാനമാണ്, ഈ വീട്ടിൽ എന്തുമാത്രം സന്തോഷമുണ്ട്, ഈ വ്യക്തിയുടെ ജീവിതം കണ്ട് എനിക്ക് ആകർഷണം തോന്നുന്നു. ഞാനിവിടെ കുറേ പിള്ളേരെ നിർത്തിയിട്ടുണ്ട്. അവരെല്ലാം കോളേജുകളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. കോളേജുകളിൽ നിന്ന് നല്ല റിപ്പോർട്ടല്ലാത്ത ഒരു റിപ്പോർട്ട് വരാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യനോടെ കയറി വന്നു. ആ പയ്യൻ കയറി വന്നിട്ട് ഈ പള്ളി കയറി ആദ്യം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയിട്ട് അവൻ പറഞ്ഞു, ഈ പള്ളി കയറിയിട്ട് പോയിട്ട് എനിക്ക് ഭയങ്കര മാറ്റം. പിറ്റേ ആഴ്ചയിൽ അവൻ വീണ്ടും വന്നത് കുമ്പസാരിക്കാനാണ്. പ്രിയമുള്ളവർ, രാഷ്ട്രീയ മേഖലയിലൊക്കെ ഒത്തിരി പ്രവർത്തിക്കുന്ന ഈ പയ്യൻ ഇതാ കുമ്പസാരം കഴിഞ്ഞ് മാനസാന്തരപ്പെട്ടു. അവൻ എല്ലാ പരിപാടിയും ഉപേക്ഷിച്ചു. അപ്പം ഞാൻ അവനെ പേഴ്സണലായി കിട്ടിയപ്പോൾ ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനസാന്തരം, എനിക്ക് നിന്നെ വിശ്വസിക്കാവോ? അവൻ ഒന്നുകൂടെ പറഞ്ഞു, ഇതാ എനിക്ക് ഈ ദേവാലയത്തിൽ വന്ന് നിന്നാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. തിരുമേനി അനുവദിക്കുമെങ്കിൽ ഇനിയുള്ള കാലം ഈ ദേവാലയത്തിൽ താമസിച്ച് കോളേജിൽ പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാര്യം എന്താണ്? ഞാൻ വളരെ സ്ട്രിക്റ്റാണ്, വളരെ ശിക്ഷണത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ചെറുപ്പക്കാരുടെ പരിപാടി ഒന്നും നടക്കുകയില്ല.
വളരെ സ്ട്രിക്റ്റാണ്. അന്നേരം പറഞ്ഞു എനിക്ക് ഈ ദേവാലയത്തിൽ നിന്നാൽ കൊള്ളാവുന്ന ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്? അന്നേരം പറഞ്ഞു ഈ പള്ളിയിൽ നിൽക്കുന്ന ഒരു പയ്യൻ എല്ലാ ദിവസവും കോളേജ് വരും, അവനൊരു ബൈക്കൊക്കെ തൂക്കി വരും, കള്ള് കുടിക്കുന്ന സ്ഥലത്ത് അവനെ കണ്ടിട്ടില്ല, ബീഡി വലിക്കുന്നിടത്ത് കണ്ടിട്ടില്ല, ഓളം വെക്കുന്നിടത്ത് കണ്ടിട്ടില്ല, ലോകത്തിൻ്റേതായ പല കാര്യങ്ങളോടെ നടക്കുമ്പോൾ അവിടെയൊന്നും ഇവനെ കാണുന്നില്ല. അതുകൊണ്ട് ഞാനിവനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവൻ്റെ ഈ സമാധാനത്തിൻ്റെ പിന്നിലെ കാര്യം എന്താണ്, അവൻ്റെ സമാധാനത്തിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് അവനോട് ആരാഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ക്രിസ്തുവാണ്, യേശുവാണ്. പ്രിയമുള്ളവർ, അതോടുകൂടി രാഷ്ട്രീയത്തിനും സമരത്തിനും ഒക്കെ മുമ്പ് നിൽക്കുന്നവൻ ഇതാ ദേവാലയത്തിലേക്ക് പോകുന്നു. ഇത് നിങ്ങളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ സമാധാനം കാണുമ്പോൾ പ്രിയമുള്ളവർ, ആളുകൾ ചോദിക്കണം എന്താ ഇതിൻ്റെ പിന്നിൽ. പ്രിയമുള്ളൊരു അധ്യാപിക പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അഭിഷേകത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങളെല്ലാം സൗഖ്യം പ്രാപിക്കും. ഒരു കട നടത്തുന്ന വ്യക്തി അവിടെ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ കട നടത്തേണ്ട എന്താ സംഭവിക്കുന്നത്? ആ കടയിലേക്ക് വരുന്ന ആളുകൾ മാനസാന്തരപ്പെടും. സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. ഒരിക്കലൊരു സ്ത്രീ വളരെ ഭാരപ്പെട്ടൊരു കടയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരുടെ മുഖത്തൊക്കെ വിഷമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കടയിൽ നിന്നിരുന്ന സ്ത്രീ ചോദിച്ചു എന്താ പറ്റി, എന്ത് പറ്റി? ഉടനെ പുള്ളിക്കാരത്തി പറഞ്ഞു ഇച്ചിരി മനപ്രയാസമൊക്കെ ആയിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി മനപ്രയാസവും ജീവിത പ്രതിസന്ധിയും മൂലം സഭ വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ ആഴ്ച. ഉടനെ പറഞ്ഞു എനിക്ക് വേണ്ടി ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടിയ ശേഷം, ഒരു ഞായറാഴ്ചത്തെ ധ്യാനം കൂടിയ ശേഷം നിങ്ങൾ സഭ വിട്ടു പോയിക്കോളാം. അങ്ങനെ ഈ കടക്കാരത്തിക്ക് വേണ്ടി ആ സ്ത്രീ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കയറി വരികയും ആ സ്ത്രീക്ക് വേണ്ടിയുള്ള വചനമാണ് കർത്താവ് ഇവിടെ നിന്ന് പ്രഘോഷിച്ചത്. കേട്ട നിമിഷം തന്നെ പ്രിയമുള്ളവരെ ആൾ മാനസാന്തരപ്പെട്ടു. ആ സഭയിലേക്ക് ആ വ്യക്തി തിരിച്ചു വന്നു. കണ്ടോ, തൂത്തുട്ടി ധ്യാന കേന്ദ്രം വഴിയല്ല അഭിഷേകം വന്നത്, മറിച്ചെന്താണ്, കോട്ടയം ടൗണിലിരിക്കുന്നൊരു കടവഴിയാണ് അഭിഷേകം ഉണ്ടായത്. അതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങൾ വഴിയല്ല ലോകത്തിലേക്ക് അഭിഷേകം വ്യാപരിക്കേണ്ടത്. പിന്നെങ്ങനെയാണ്? നിങ്ങളിലൂടെയാണ് അഭിഷേകം വ്യാപരിക്കേണ്ടത്. നിങ്ങളിലൂടെ അഭിഷേകം വ്യാപരിക്കണമെങ്കിൽ നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് തിരിച്ചറിവ് ആദ്യമുണ്ടാകണം. അതുകൊണ്ട് പിശാചുമായിട്ടുള്ള ബന്ധം, പാപവുമായിട്ടുള്ള ബന്ധം, ലോകവുമായിട്ടുള്ള ബന്ധം, ലോക വ്യാപാരങ്ങൾ വിട്ടിട്ട് ലോകത്തിൽ ദൈവത്തിൻ്റെ പൈതലിനെ പോലെ, ദൈവപുത്രനെ പോലെ നടക്കുക. ദൈവപുത്രൻ പുറത്തിറങ്ങിയപ്പോൾ അവൻ സൗഖ്യത്തിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി, അടയാളങ്ങൾക്ക് വേണ്ടി അവൻ്റെ ജീവിതം വിനിയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം നിരന്തര പ്രാർത്ഥനയുടെ, പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് വരട്ടെ. നിങ്ങൾ രാവിലെ ഒരു 2 മണിയാകുമ്പോൾ എഴുന്നേറ്റിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, പിതാവേ എൻ്റെ അടുക്കലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ, പിതാവേ എൻ്റെ അടുക്കലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് ദൈവമേ എൻ്റെ പാപങ്ങളൊന്ന് വെളിപ്പെടുത്തിത്താ. കണ്ടെത്തുന്ന പാപങ്ങൾ ഒരു പുരോഹിതൻ്റെ അടുക്കൽ വന്ന് പാപവിമോചനം സ്വീകരിച്ച് നോക്കിയേ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാന ജീവിതം മാറ്റപ്പെടട്ടെ, അടിസ്ഥാന ജീവിതം മാറ്റപ്പെടട്ടെ. ധ്യാന കേന്ദ്രത്തിൽ മാത്രം ദൈവവൈതലായാൽ പോരാ, ധ്യാന കേന്ദ്രത്തിൻ്റെ പുറത്തും നീ ജീവിക്കുന്ന സ്ഥലങ്ങളിലും പഠിക്കുന്ന കോളേജിലും ക്യാമ്പസുകളിലും എല്ലാം നീ ഒരു ദൈവവൈതലായി ആക്ട് ചെയ്യണം. നീ അഭിനയിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞത്, യേശുവിനെ പോലെ അനുരൂപപ്പെട്ട് നീ പ്രവർത്തിക്കണം. യേശു പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകളുണ്ട്. എന്താണ്? നമ്മുടെ നോർമൽ ഡയലോഗുകൾ. നീ മുടിഞ്ഞു പോകത്തുള്ളടി നോർമൽ ഡയലോഗ് അത് വിട്ടിട്ട് ഇതാ നമ്മൾ യേശുവിൻ്റെ ഡയലോഗ് പറഞ്ഞു കൊടുക്കണം. ശത്രുക്കളെ സ്നേഹിക്കുവാൻ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി കർത്താവേ ഇവളെ അനുഗ്രഹിക്കണമേ. കണ്ടോ, അനുഗ്രഹിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് കൂടുതൽ കൂടുതൽ രൂപാന്തരപ്പെടാം. ദൈവം ആഗ്രഹിക്കുകയാണ് നിൻ്റെ വാക്കുകൾ ഇതാ നീ പോകുന്ന സ്ഥലത്തും കൂടെ ക്രിസ്തുവിൻ്റെ വാക്കുകളായി മാറട്ടെ. നീ പോകുന്ന സ്ഥലത്ത് നീ ക്രിസ്തുവുമായിട്ട് അനുരൂപപ്പെടുവാനായിട്ട് നീ ആഗ്രഹിക്കുക. നീ അങ്ങനെ പ്രവർത്തിക്കുക. നിൻ്റെ ജീവിതം മാറുക. ദേവാലയത്തിൽ മാത്രം പോരാ, നമുക്ക് രൂപാന്തരപ്പെടാം.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പല കടകളും അടയ്ക്കേണ്ടി വരും. ഈ കടയിലൊക്കെ ഇരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്കറിയാം എന്തുമാത്രം വസ്ത്രങ്ങളായിരിക്കും. ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയിലധികം വസ്ത്രം ഈ പ്രദേശത്തുള്ളവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഇരിപ്പുണ്ട്. നമ്മൾ ആ കടയിൽ ചെന്നൊരു സ്ഥാനം എടുക്കാൻ നോക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ ഏത് വസ്ത്രമാണ് എടുക്കേണ്ടത്, തമ്പുരാനോടൊന്ന് ചോദിക്കണം. അപ്പോൾ തമ്പുരാൻ കുറേ ആളുകളെ കാണിക്കും, തുണിയില്ലാത്ത കുറേ പേര്, എന്താണെന്നറിയും, വസ്ത്രം മേടിക്കാൻ കാശില്ലാത്തവർ, കീറിപ്പറിഞ്ഞ് കിടക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ കർത്താവ് കാണിച്ചു തരും. അപ്പം നമ്മൾ ഓർക്കും 50,000 രൂപയുടെ സാരി എന്നാൽ വേണ്ട, 5,000-ൻ്റെ മതി. അഭിഷേകമുള്ളവൻ അങ്ങനെ തോന്നും. കണ്ടോ, നമ്മുടെ പിള്ളേർക്ക് പല സ്വപ്നങ്ങളും ഉണ്ടാകും. നമ്മൾ മക്കളോട് ഒരിക്കലും പറയും, നിനക്ക് ഈ കാര്യം സാധിച്ചിരിക്കുകയെന്ന് പറയരുത്. മോനെ നീ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് ദൈവം ഓക്കെ എന്ന് പറഞ്ഞാൽ നീ മേടിച്ചു. പ്രിയമുള്ളവർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ ആളുകൾ മാത്രം സ്വർണം ഇനി ഉപയോഗിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കോട്ടയത്തെ സ്വർണ്ണക്കടകളെല്ലാം പൂട്ടും. ഒത്തിരി സ്ഥലം മിച്ചം വരും. അവിടെ കോട്ടയത്ത് തന്നെ എന്തോരം സ്ഥലം മിച്ചം വരുമെന്ന് പറയും സ്വർണ്ണക്കട നിർത്തുകയാണെങ്കിൽ. സ്ത്രീകൾ ഇത് തീരുമാനിക്കും. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം, അമ്മ എന്ത് ചെയ്യണം, ഒന്നും വലിയ സ്വർണ്ണമാലയൊന്നും ഇടാതെ ചെറിയ മാലയൊക്കെ ഇട്ട് ജീവിക്കുക. അപ്പോൾ മക്കൾക്കും തോന്നും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയണം, ഈ സ്വർണ്ണത്തിലൊന്നും വലിയ കാര്യമില്ല, സ്വർണ്ണത്തിലൊന്നും കാര്യമില്ല. കുറച്ചാൾ കഴിയുമ്പോൾ കൊച്ചു തന്നെ പറയാൻ തുടങ്ങും, ഓ എനിക്കങ്ങ് വേണ്ട, എൻ്റെ ദേഹത്തിൽ ചൊറിയുന്നു, പറിച്ച് ദൂരക്കൾ. മാതാപിതാക്കന്മാർ ഇതിനോടുള്ള ആർത്തി നിർത്തുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ സ്വർണ്ണത്തോടുള്ള ആർത്തി നിൽക്കും. എന്തിനേറെ നമ്മുടെ ആളുകൾ ഇടാൻ മേലയിലും എന്തു ചെയ്യും, ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടി എന്തു ചെയ്യും, വിദേശ രാജ്യത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. വിദേശ രാജ്യത്തേക്ക് ഇത് ഇടാനൊന്നും അവസരങ്ങളില്ല അവിടെ, എന്നാലും ഇത് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നവരുണ്ട്. അടുത്ത കാലത്ത് ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, അവിടെ കള്ളന്മാരിറങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടി, ഗ്ലാസ്സൊക്കെ തുറക്കാൻ വളരെ എളുപ്പമാണ്. ഗ്ലാസ് തള്ളി തുറന്ന് അകത്ത് കയറിയ കള്ളൻ അദ്ദേഹത്തിൻ്റെ ഇരുന്ന മെഷീൻ കൊണ്ട് എല്ലായിടും പരിശോധിച്ച് നോക്കി. ഫ്രിഡ്ജിനകത്തൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, നമ്മുടെ സ്വർണ്ണമൊക്കെ ഇരിക്കുന്ന ഫ്രിഡ്ജിനകത്തും വേസ്റ്റ് ബോക്സിനകത്തൊക്കെയാണ്. അപ്പം അവിടെ പോകുമ്പോൾ പി അടിക്കുന്നത്. അങ്ങനെ സ്വർണ്ണം എല്ലാം എടുത്തു. ഒരു വീട്ടിൽ കയറിയപ്പോൾ ഒരു കെട്ട് സ്വർണ്ണം ഒന്നിച്ചിരിക്കുന്നു. കള്ളന് ഭയങ്കര സന്തോഷമായി. ആഫ്രിക്കക്കാരൊക്കെയാണ്, അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ത്യൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡാണ്, പ്രത്യേകിച്ച് കേരളീയരുടെ കയ്യിലിരിക്കുന്നു. അയാൾ അതെല്ലാം കൂടി എടുത്ത് പൊതിഞ്ഞ് കെട്ടിപ്പോയി. നമ്മുടെ ആളുകൾ പ്രാർത്ഥനയോഗം കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീടുകളെല്ലാം തുറന്ന് കിടക്കുന്നു. എല്ലാവരുടെയും സ്വർണം കൊണ്ടുപോയി. എല്ലാവരും കരയാൻ തുടങ്ങി. ഒരു പുള്ളിക്കാരൻ മാത്രം ഭയങ്കര ചിരി. ഉടനെ ഭാര്യ ചോദിച്ചു, നിങ്ങളെന്നെ ചിരിക്കുന്നത്? എടി, നമ്മൾ പോരുന്ന സമയത്ത് നിൻ്റെ സ്വർണ്ണമെല്ലാം ഞാൻ വിറ്റിട്ട് അതെല്ലാം തുല്യമായ വരവ് മേടിച്ചാണ് നിനക്ക് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇപ്പോൾ കള്ളം കൊണ്ടുപോയത് വരവാണ്. പിറ്റേ ദിവസം പ്രിയമുള്ളവരെ, പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി കൊണ്ടിടുന്ന സമയത്ത് ഒരു ആഫ്രിക്കക്കാരൻ അടുത്തോട്ട് വന്നു. അവർ ചോദിച്ചു എന്താന്ന്. പുറത്തോട്ടിറങ്ങി ഒരു ചെവിക്കുറ്റിക്കൊട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തിട്ട് ഒരു പൊതിക്കെട്ട് കൊടുത്തേച്ചു പോയി. അഴിച്ചു നോക്കിയപ്പോൾ തലേദിവസം എടുത്തുകൊണ്ട് പോയ സ്വർണ്ണമാണ്. എന്നിട്ട് പോലും നമ്മുടെ ആളുകളുടെ സ്വർണ്ണപ്രിയം മാറുന്നില്ല. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ദൈവ പൈതലായിരിക്കണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഒരു കല്യാണത്തിന് പോയാലും ദൈവ പൈതലായിരിക്കണം. നമുക്കറിയാം ഇന്ന് വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം പണമാണ് ചെലവഴിക്കുന്നത്. 35,000 രൂപ, 40,000, 50,000 രൂപയൊക്കെ മുടക്കി ചായത്തിനകത്ത് മുക്കിപ്പൊക്കി നമ്മുടെ പിള്ളേരെ എടുത്താലും ഈ പെണ്ണിനെ ഒന്ന് കുളിപ്പിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പോവുകയല്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കുക, ആ പൈസയ്ക്കകത്ത് പെൺപിള്ളേർ പറയണം, എൻ്റെ കല്യാണത്തിന് എനിക്ക് ഈ സെയിം കളറിലിരിക്കണം. ആ പൈസ ഒരു പാവപ്പെട്ടവന് വേണ്ടി കൊടുക്കാം. ചിലപ്പോൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്, അവർ കരയും, അവർ ചിലപ്പോൾ നിലവിളിക്കും. ആ നിലവിളി നമ്മുടെ ജീവിതത്തിന് തട്ടും. അതുകൊണ്ടാണ് ഒരു കാലത്ത് പണക്കാരായവർ അടുത്ത തലമുറയിൽ വരുമ്പോൾ ദരിദ്രരായിപ്പോവും. വലിയ സമ്പന്നർ അടുത്ത കാലത്ത് വരുമ്പോൾ ദരിദ്രരായിപ്പോവും. ഈ അടുത്ത കാലത്ത് 7-8 കോടി രൂപ ചിലവാക്കിയ ഒരു വീട് ഒരാൾ പണിത് അന്ന് മുതൽ സമാധാനമില്ല. അങ്ങനെ സമാധാനമില്ലാതെ ആ ആൾ വിഷമിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു വീട് പണിതു, വീടിനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എല്ലാം നോക്കിയായിരുന്നു, വാസ്തു നോക്കി, പിന്നെ ഏതെല്ലാം പാസ്റ്റർമാരോട് ചോദിക്കാം, ആ പാസ്റ്റർമാരോടെല്ലാം ചോദിച്ചു, അവരെല്ലാം കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു. പിന്നെ അച്ഛന്മാരോടെല്ലാം ചോദിച്ചു, അവരും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ വീട് പണിതത്. എന്നിട്ടും വീട് പണിതി അന്ന് മുതൽ ഒരു സമാധാനവും ഇല്ല. അവസാനം ഞാൻ പറഞ്ഞു,
നിങ്ങളിവിടെ വന്ന് കൗൺസിലിംഗ് എടുക്ക്, തലേ കൈവച്ചെല്ലാം പ്രാർത്ഥിക്ക്, കുമ്പസാരം എടുക്ക്. കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാതെ. അപ്പോൾ പുള്ളി ഓർത്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇതെല്ലാം തീരുമെന്ന് ഓർത്ത് പുള്ളി കുമ്പസാരിക്കുകയും ചെയ്തു, കൗൺസിലിങ്ങും എടുത്തു, ധ്യാനം കൂടാൻ സംഭവിച്ചു. ഇത്രയും കാര്യം വെച്ചു. ഞാൻ വീട്ടിൽ പോയ പ്രശ്നം തീരുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ അവർക്കറിയാമല്ല. ഞാൻ പ്രിയമുള്ളവർ ഈ 8 കോടി രൂപ ചിലവാക്കി വീട്ടിലേക്ക് കയറി. ചെന്നപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു, സൂക്ഷിക്കണം സൂക്ഷിക്കണം, കാരണം എന്താ ഫ്രണ്ടിലൊരു കുഴിയാണ്. ആദ്യത്തെ കൂതാശയുടെ അന്ന് തന്നെ എന്ത് ചെയ്തു, അച്ഛൻ അതിനകത്ത് പോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ഈ കുഴി? അന്നേരം പറഞ്ഞു, അത് വാസ്തുക്കാർ പറഞ്ഞിട്ട് വെച്ചതാ. ആ കുഴിക്കകത്ത് ആര് പോയി? വികാരി അച്ഛൻ കുഴിക്കകത്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഇനി വേറെ എവിടെയെങ്കിലും കുഴിയുണ്ടോ? എനിക്ക് നടുവേദനയുള്ളത്. പിന്നെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് പോയത്. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, പിതാവേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പം ഇവിടെയുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവും ഈ വീടിനില്ല, നല്ല വീടാണ്, ഒറ്റ കുഴപ്പമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, ഇവർ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഒരു കുഴപ്പമില്ല, നല്ല വീടാണ്, എവിടെയൊക്കെയാണ് സാധനം കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എല്ലാം ടൈലിനടിയില്ല, ഇന്ന് പൊട്ടിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെയൊക്കെ ഭവനങ്ങൾ സത്യത്തിൽ നമ്മളൊരു ഭവനം പണിയുമ്പോൾ ഓർക്കണം, നല്ല വീടായിരിക്കണം, ഭംഗിയുള്ള വീടായിരിക്കണം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടണം. പക്ഷേ അപ്പോൾ ആരെ കൂടി ഓർക്കണം? നമ്മുടെ അടുത്തില്ല ഉള്ള വീടില്ലാത്തവനെ കൂടെ ഓർക്കണം. ഞാൻ സത്യത്തിൽ ഇടുക്കി ഭദ്രാസനത്തിലാണ് ആദ്യമായിട്ടൊരു വീടുണ്ടാക്കിയത്. വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഒരു വീടുണ്ടാക്കുമ്പോൾ നിൻ്റെ മിഷനായിരിക്കണം ഈ ഭദ്രാസനത്തിലെ വീടില്ലാത്തവർക്കെല്ലാം വീടുണ്ടാക്കി കൊടുക്കുക. എൻ്റെ ആസ്ഥാന പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രിയമുള്ളവർ 4-5 വീടുകൾ പണിത് പൂർത്തിയാക്കി കൊടുത്തു. ഇപ്പോഴും വീട് പണി നടന്നുകൊണ്ടിരിക്കുക. പാവങ്ങൾക്കെല്ലാം വീട് പണിതുകൊണ്ടിരിക്കുക. ആര് വന്നാലും ആപ്ലിക്കേഷൻ എല്ലാം സ്വീകരിക്കുക. കിട്ടുന്ന പൈസ എല്ലാം പാവപ്പെട്ടവർക്ക് ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ട്. ഇടുക്കി ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ മിഷൻ ഇനി കെട്ടിടങ്ങൾ പണിയല്ല, പറഞ്ഞതാണ്, കിട്ടുന്ന എല്ലാം പാവപ്പെട്ട പിള്ളേർക്ക് കൊടുത്ത് എല്ലാത്തിനും പഠിപ്പിക്കുക. എല്ലാവരുടെയും പഠനം ഏറ്റെടുക്കുക. നമ്മൾ ഉള്ള കാശ് 3000, 5000 ഒക്കെ വെച്ച് അതിനങ്ങൾക്ക് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ്റെ കാരണം നിങ്ങളുടെ സ്വത്താണ്, സമ്പത്താണ്. ദൈവപുത്രന് ഒന്നുമില്ലാഞ്ഞിട്ടും തലമുറകൾ അവനെ ഓർത്തു. അങ്ങനെയെങ്കിൽ നീ ഒരു യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ നിന്നെ തലമുറകൾ ഓർക്കും. നീ ദൈവപുത്രന് സമാനനായി ലോകത്തിലെ വസ്തുക്കളെ അന്യമെന്ന് കാണുക. നിനക്കുള്ള സമ്പത്ത് എൻ്റെ ദൈവം എനിക്ക് തന്നു, ആരെങ്കിലും എടുത്തോട്ടെ, അങ്ങനെ ചിന്തിച്ച്. പ്രിയമുള്ളവർ, ഈ ദേവാലയം ദൈവം തന്നു, ആരെങ്കിലും എടുത്തോട്ടെ, നമുക്ക് വേണ്ട. നമുക്കത് കിട്ടിയിരിക്കുന്ന എല്ലാം അനേകർക്ക് വേണ്ടി ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോന്നും ഇതാ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അത് വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക, മനുഷ്യനല്ല ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് എന്നുള്ള സ്വർണ്ണം എല്ലാം എടുത്ത് അയലോക്കംകാരന് കൊടുത്തേക്കരുത്. ഭർത്താവ് എടുത്തിട്ട് ഇടിക്കും, അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി ആലോചിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകാൻ നിങ്ങൾ അയലോക്കത്തുള്ള കൊച്ചിന് ഇച്ചിരി പണം എടുത്ത് കൊടുത്തു നോക്കി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 2 ബാഗ് മേടിക്കുമ്പോൾ ഒരു ബാഗ് നിങ്ങൾ മേടിച്ച് മാറ്റി വെച്ച് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൊടുത്തു നോക്കി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സുകൾ മേടിക്കുമ്പോൾ വലിയ കീറില്ലാത്ത നല്ല ഡ്രസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയാണ്, അതെടുത്ത് വാഷ് ചെയ്ത് തേച്ച് ഒരു പാവപ്പെട്ടവർ കൊടുത്തു നോക്കി. ഞാനൊരു പുതിയ മിഷൻ ആരംഭിക്കുന്നുണ്ട്. പഴയ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കീറിയതെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല വസ്ത്രം, നല്ല ഷർട്ട്, നല്ല കമ്പനിയുടെ ഷർട്ടൊക്കെ കാണുമല്ലോ, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, തേച്ച് അലക്കി പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുക. പ്രിയമുള്ളവർ, എത്ര പേർക്ക് അത് വേണമെന്ന് പറയും. മെഡിക്കൽ കോളേജിലൊക്കെ വരുന്ന ആളുകൾ, ഈ ആശ്രയായാലും അവിടെ ഇവിടെയൊക്കെ വരുന്ന ആളുകൾ പഴയ വസ്ത്രം കിടക്കും, അതിനകത്തൊന്ന് പെറുക്കുക. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ടമോനെ വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങളിരിപ്പുണ്ട്. അത് ചുമ്മാ കൊണ്ട് കൊടുക്കാതെ നമ്മളത് മടക്കി പാക്ക് ചെയ്ത് കൊടുക്കുക. 100 സാരിയുള്ള ആൾ ഒരു 5 എണ്ണമെല്ലാം എടുത്ത് വെക്കുക, 5 എണ്ണോ 10 എണ്ണോ. ബാക്കി എന്ത് ചെയ്യുക, നമ്മളിത് തിരിശേഷിപ്പായിട്ട് വെച്ചിരിക്കുക. നിങ്ങളൊന്നും വിശുദ്ധരാകുകയില്ല, പേടിക്കണ്ട. അതുകൊണ്ട് ചില ആളുകൾ ഓർക്കുന്നത്, ഈ ഞാനെങ്ങാനും വിശുദ്ധരായി കഴിയുമ്പോൾ തിരിശേഷിപ്പായി ഇനി കിട്ടാതെ വന്നെങ്കിലോ എന്നോർത്ത് കല്യാണം നടന്ന് അന്ന് മുതലുള്ള സാരി എടുത്തു. 1972, 73, 10 എണ്ണം, 74, 25 എണ്ണം. നമ്മൾ പല ആളുകളുടെയും വീട്ടിൽ അടുങ്ങിയിരിക്കുക. ചിലർ കുറേ എണ്ണം ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇവിടെ മേടിച്ച് അടുക്കി വെച്ച് പൂട്ടിയിട്ട് എന്ത് വിദേശത്ത് പോകും, അതിവിടെ ഇരുന്ന് എലി കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ വസ്ത്രം മേടിക്കാൻ പോകുമ്പോൾ അതിൽ കുറച്ച്
പുതിയ വസ്ത്രം 4 എണ്ണം മേടിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതിലൊരെണ്ണം നമ്മുടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി മേടിക്കുക. വലിയ അനുഗ്രഹങ്ങളുണ്ടാകാൻ തുടങ്ങും. അങ്ങനെ ജീവിതം കൊണ്ട് ദൈവ പൈതലായി മാറണം. ജീവിതം കൊണ്ട് ദൈവ പൈതലായി മാറണം. നിങ്ങൾ നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് ഇതാ കുറച്ച് മാറ്റി വെച്ച് അതില്ലാത്തവനെ കൊടുക്ക്. ഇല്ലാത്തവനെ നിങ്ങൾ കൊടുക്ക്. അയലോക്കത്ത് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 4 പീസ് 10 വീട് അപ്പുറത്തായിരിക്കും ഒരു പാവപ്പെട്ട വീട്, വണ്ടി നിർത്തി ആ വീട്ടിൽ കയറി ചെന്ന് ഈ പിള്ളേരുടെ കൈ കൊടുത്തിട്ട് പോകും. വലിയ സമാധാനം വരും നിങ്ങളുടെ വീട്ടിൽ. ഇപ്പം ചെയ്യാൻ നമുക്കൊരു മടിയാണ്. എങ്ങനെയാ ദരിദ്രവാസിയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്? യേശു ഇല്ലാത്തതിൻ്റെ, അഭിഷേകം ഇല്ലാത്തതിൻ്റെ കാരണം അതാണ്. ഇതാ രോഗിയായിട്ട് 10 കിലോമീറ്റർ അപ്പുറത്ത് രോഗി കിടപ്പുണ്ടോ? നിങ്ങളെന്ത് ചെയ്യുക? പ്രിയമുള്ള അച്ഛനും കപ്പിയാരും അല്ല പോകേണ്ടത്, നിങ്ങളാണ് പോകേണ്ടത്. ഞായറാഴ്ച ദിവസങ്ങൾ നമുക്കിപ്പം ധ്യാന ദിവസങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് ഒരു 2 രോഗികളുടെ വീട്ടിൽ കയറി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഒരു നല്ല ഇച്ചിരി ഭക്ഷണ സാധനം മേടിച്ച് 2 പപ്സും മേടിച്ച് അവർക്ക് കൊണ്ട് കൊടുത്ത് സന്തോഷത്തോടെ, അല്ലെങ്കിൽ ഒരു ജ്യൂസിൻ്റെ ഒരു ചെറിയ ജ്യൂസ് മേടിക്കാൻ കിട്ടും, നല്ല ജ്യൂസ്, ഈ വിഷമുള്ളതല്ല അല്ലാത്തത് മേടിച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുക, അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ധ്യാനം കൂടുക എന്നത് മാത്രം പോരാ, ഒരു ദൈവ പൈതലായി പ്രവർത്തിക്കാനും കൂടെ തുടങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് നമ്മൾ പരിശീലിപ്പിക്കണം. പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പരിശീലിപ്പിക്കണം. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകണം ഇത്തരം വീടുകളിൽ. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയില്ല. അവർ പറയും, എനിക്ക് സത്യത്തിൽ നല്ല ഭക്ഷണം വേണ്ട, എനിക്ക് വലിയ നല്ല വസ്ത്രമൊന്നും വേണ്ട, മറ്റുള്ളവർക്കൂടെ കൊടുക്കാം. അവരെ പങ്കുവെക്കുന്നവരായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് ഇതാ നമ്മൾ തിരിച്ചറിയുക, അനുദപിക്കുന്ന പാപി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ മനസ്സിനോട് അനുരൂപപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അല്ലാത്തവരൊക്കെ ഭൂമിയിൽ വെറും അഭിനേതാക്കൾ മാത്രമാണ്. നമ്മൾ ഓർക്കണം, ഒരു വിശുദ്ധനായി അഭിനയിച്ചു എന്ന് വിചാരിച്ച് പ്രിയമുള്ളവരെ ആ നടൻ വിശുദ്ധനാവുമോ? ഇല്ല. ജീസസ് ആയിട്ട് ഒരാൾ അഭിനയിച്ചു എന്ന് വിചാരിച്ച് അയാൾ ജീസസ് ആവുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളും ഒരു ക്രിസ്ത്യാനിയായി അഭിനയിച്ചതുകൊണ്ട് അയാൾ ക്രിസ്ത്യാനിയാവില്ല. അയാളുടെ ജീവിതം ക്രിസ്തുവിന് അനുരൂപപ്പെടുത്തുവാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ആ രൂപാന്തരപ്പെടുത്താൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. അതാണ് നമ്മുടെ ജീവിതത്തിലെ അഭിഷേകമായി രോഗസൗഖ്യമായി മാറുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി, ഒരു ദൈവവൈതൽ ഇതാ പ്രാർത്ഥിച്ചാൽ അവൻ്റെ മേൽ ദൈവം ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ വർഷിക്കും. ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അപ്പോഴേ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെയുള്ളൊരു ക്യാൻസർ രോഗിയാണ്. അനേകരെ, ഞാനൊരിക്കൽ ഒരു മനുഷ്യനിവിടെ വന്നു, വർഷങ്ങളോളം മദ്ബഹായിൽ ശുശ്രൂഷിച്ചൊരു കപ്പിയാരാണ്. പ്രിയമുള്ളവർ, അയാൾ ക്യാൻസർ രോഗിയായിട്ട് ഇവിടെ കിടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് കിടക്കുകയാണ്. പുള്ളി ആരോടും മിണ്ടുന്നില്ല, വർത്തമാനം പറയുന്നില്ല. അപ്പം ഞാൻ വന്ന് ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? പണ്ടൊക്കെ ചിരിച്ച് കാണിക്കുമായിരുന്നു, ഇപ്പം പുള്ളി ദേഷ്യപ്പെട്ട് കിടക്കണം, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അയാളുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവൻ നിൻ്റെ ബലിപീഠത്തിൽ നിനക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷകളെ നീ ഓർക്കണമേ. ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ? പിറ്റേ ദിവസം പുള്ളി അന്വേഷിച്ച്, ഞാൻ വീട്ടിൽ പോകാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് പുള്ളിയുടെ ദേഹത്തെ വേദനയെല്ലാം മാറി പുള്ളി എന്ത് ചെയ്തു? രോഗികളെ കാണാൻ വേണ്ടി പോയിരിക്കുക. കണ്ടോ? അതിനുശേഷം പിന്നെ കുറേ കാലം കഴിഞ്ഞ് പുള്ളി മരിച്ചുപോയി. അത് വേറെ കാര്യം. അങ്ങനെ മരിക്കാതിരിക്കാൻ പറ്റുകയല്ലോ, അതുകൊണ്ട് മരിച്ചുപോയി. അപ്പോൾ പ്രിയമുള്ളവർ, നിങ്ങൾ ഇന്ന് ദൈവത്തോട് കാണിക്കുന്ന സ്നേഹവും കരുണയും, അല്ലെ ദൈവത്തെ പ്രതി കാണിക്കുന്ന സ്നേഹവും കരുണയും എല്ലാം നിങ്ങളുടെ വീട്ടിലെ സമ്പാദ്യമാണ്. നാളെ നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കും, നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയതൊക്കെ നമുക്ക് പങ്കുവെക്കാൻ തീരുമാനമെടുക്കുക. സമ്പത്തിൻ്റെ മേഖലയിൽ പങ്കുവെക്കും, വസ്ത്രത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, പാർപ്പിടങ്ങളുടെ മേഖലയിൽ പങ്കുവെക്കുന്നവരാകണം. ജീവിത സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. നല്ല പ്രവൃത്തി, നല്ല സംസാരം, ചതി, വഞ്ചന, പരദൂഷണം ഇതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. എന്നിട്ട് ദൈവ പൈതലായി ജീവിക്കാൻ തീരുമാനമെടുക്കാം. Money